മൈലപ്ര, മണ്ണാർക്കുളഞ്ഞി, കുമ്പളാംബിക, വടശ്ശേരിക്കര, പെരുന്നാട് വഴി കിഴക്കേ മാമ്പാറയ്ക്ക് വന്ന ഗ്രാമവണ്ടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. ചേട്ടാ ഇവിടുന്നേ പെരുന്നാടിന് വണ്ടി കിട്ടോ? പെരുന്നാട്ടിലോട്ട് ഈ ടൈം ബസ് കുറവാണ്. പക്ഷേ ഇപ്പം പഞ്ചായത്തിന്റെ ഒരു KSRTC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ വരും. പഞ്ചായത്തിന്റെ പത്തനംതിട്ടയിൽ നിന്നാണ് തുടക്കം. പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെയാണ് കൂടുതൽ ഓട്ടം. കിഴക്കേ മാമ്പാറ, മുക്കം, വലിയകുളം, ജണ്ടായിക്കൽ എന്നിവിടങ്ങൾ ചുറ്റി അരയാഞ്ഞിലി മണ്ണിൽ സ്റ്റേ. പൊതുഗതാഗതത്തിന് മറ്റ് മാർഗങ്ങളില്ലാത്ത ഈ പാതയിലെ ഏക ആശ്രയമാണ് ഗ്രാമവണ്ടി. യാത്രക്കാർ കുറവെങ്കിലും സർവീസിന് മുടക്കമില്ല. നമസ്കാരം. എങ്ങനെയുണ്ട് സർവീസ്? ഞങ്ങൾ ഡീസൽ അടിക്കണം. പഞ്ചായത്താണോ? ഡീസലിൻ്റെയും മറ്റ് മൊത്തത്തിൽ വരുമ്പോൾ ലാഭകരമല്ല. പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒരു വലിയ വെല്ലുവിളി കൂടിയാണല്ലേ ഈ പൈസ 1.25 ലക്ഷം രൂപ പ്രതിമാസം കണ്ടെത്തുക എന്നുള്ളത്. എല്ലാം നമുക്ക് ലാഭം മാത്രം നോക്കി ചെയ്യാൻ ഒക്കുകയല്ലോ. നമുക്കറിയാം KSRTC ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ. നമ്മുടെ പൈസ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചില ദിവസം 5500 രൂപ വരെ ഓടിക്കിട്ടും. അവധി ദിവസങ്ങളിൽ വരുമാനം 4500 ഒതുങ്ങും. ദിവസം 250 കിലോമീറ്റർ വണ്ടി ഓടും. 50 ലിറ്റർ ഡീസൽ വേണ്ടിവരും. ഡീസൽ ചെലവ് പഞ്ചായത്ത് വഹിക്കുമെന്നതിനാൽ കൃത്യസമയത്ത് ആനവണ്ടി സ്റ്റോപ്പുകളിലെത്തും. മുൻപ് കിലോമീറ്ററുകളോളം നടന്നോ ഉയർന്ന നിരക്കിൽ ഓട്ടോറിക്ഷയിലോ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ പിന്നിട്ട 8 മാസമായി ഗ്രാമവണ്ടിയിലെ സ്ഥിരം യാത്രികരാണ്. അരയാഞ്ഞിലി ബണ്ടിൽ വണ്ടി ചവിട്ടുന്നിടത്ത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും വിശ്രമിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ മുറിയും പഞ്ചായത്ത് വകയായി ഉണ്ട്. ഈ ഗ്രാമവണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് 65 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 8 പഞ്ചായത്ത് കവർ ചെയ്താണ് ഞാൻ സ്വന്തം പഞ്ചായത്ത് ആസ്ഥാനത്തെത്തുന്നത്. ഈ ഗ്രാമവണ്ടി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അരയാഞ്ഞിലി മണ്ണ്, തുലാപ്പള്ളി, കിസ്വം, നാരണന്തോട്, അട്ടത്തോടുള്ള ആളുകൾക്കാണ്. കാരണം യാതൊരു പൊതുഗതാഗതവും മറ്റ് ബസ് സർവീസുകളൊന്നും ഇല്ലാത്തൊരു മേഖലയാണ് ആ പ്രദേശങ്ങൾ. റാന്നിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വലിയോണം റൂട്ടിലൊക്കെ കാര്യമായ രീതിയിലുള്ള ഇതുണ്ട്. 50 ദിവസങ്ങളിൽ തീരെ മടുപ്പായിട്ടാവുക. തീരെ കളക്ഷൻ കുറവാണ്. കളക്ഷനപ്പുറം എക്സ്ട്രാ ഇന്ധനം കൂടിയുള്ളതാണ് ഗ്രാമവണ്ടി സർവീസ് ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാനുള്ള കാരണം. പൊതുഗതാഗത സംവിധാനങ്ങൾ തീരെയില്ലാത്ത ഉൾനാട് പ്രദേശത്തെ യാത്രക്കാരെ കരുതുന്നുവെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പെരുന്നാട് മോഡൽ ഒരു മാതൃകയാക്കാം. മാതൃ